പരമാണുവിനുള്ളിൽ പാരിതിൻ സംഹാര ശക്തി രഹസ്യമടക്കിയോരേ, കാലവൃക്ഷത്തിൻ തണലിലിരുന്ന് ഞാൻ പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ, പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ. പരമാണുവിനുള്ളിൽ പാരിതിൻ സംഹാര ശക്തി രഹസ്യമടക്കിയോനേ, കാലവൃക്ഷത്തിൻ തണലിലിരുന്ന് ഞാൻ പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ, പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ. ഭൂമിയമുത്സവച്ചന്തയ്ക്കുമീതെ നീ ചേലുള്ള നീലമേലാപ്പു കെട്ടി, ഭൂമിയമുത്സവച്ചന്തയ്ക്കുമീതെ നീ ചേലുള്ള നീലമേലാപ്പു കെട്ടി, താരങ്ങളെ കൊണ്ട് തോരണങ്ങൾ തൂക്കി, താരങ്ങളെ കൊണ്ട് തോരണങ്ങൾ തൂക്കി, ചേതോഹരമൊരു ദൃശ്യമാക്കി. പരമാണുവിനുള്ളിൽ പാരിതിൻ സംഹാര ശക്തി രഹസ്യമടക്കിയോനേ, കാലവൃക്ഷത്തിൻ തണലിലിരുന്ന് ഞാൻ പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ, പാടിപ്പുകൾ താം നിൻ വൈഭവങ്ങൾ. ഇത്ര മനോഹരമായി കൊരുത്തു നീ ഗോളങ്ങളാലി പ്രപഞ്ചമാല്യം, ആ മഹമാല്യത്തിനുള്ളിൽ കിടക്കുന്ന, ആ മഹമാല്യത്തിനുള്ളിൽ കിടക്കുന്ന വേദോരദൃശ്യമാം ദിവ്യസൂത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ സമസ്ത തുറകളിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ കണിശമായി പാലിച്ചുകൊണ്ടും പ്രവാചകന്റെ സുന്നത്ത് കഴിവതും പ്രാവർത്തികമാക്കിയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളുമായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഞാൻ ഉണർത്തട്ടെ. നമ്മുടെ ഈ ഒത്തുചേരലും ഇവിടെ നടക്കുന്ന ദഅവത്ത് പരിപാടികളുമൊക്കെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അംഗീകരിക്കുന്ന സാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വിഭാഗം അത്യന്തം വീറോടെയും വാശിയോടെയും നാട്ടിലെ നിയമവ്യവസ്ഥകളെയും സമാധാനാന്തരീക്ഷത്തെയുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷ പൊലിമകൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക സുന്നത്തിന്റെയും വെളിച്ചത്തിൽ മിതമായി പറഞ്ഞാൽ തികഞ്ഞ അസംബന്ധവും ഇസ്ലാമിന് അന്യവും തീർത്തും വിദഗ്ധം തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം മനുഷ്യ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി 1,24,000-ൽ പരം പ്രവാചകന്മാർ നിയോഗിതരായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ പ്രവാചകന്മാരിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ജനന മരണങ്ങൾ ആഘോഷിക്കുകയോ അതിന് ഉപദേശം നൽകുകയോ ചെയ്തതായി ചരിത്രത്തിൽ ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ ആരുടെയെങ്കിലോ അദ്ദേഹത്തിന്റെ തന്നെയോ അദ്ദേഹത്തിന്റെ പ്രിയങ്കരായിരുന്ന സഹാബത്തിൽ ഏതെങ്കിലും ഒരാളുടെയോ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ആഹ്വാനം നടത്തുകയോ അങ്ങനെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് നേർക്കുനേരെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖുലഫാഉ റാഷിദുകൾ അടക്കം പ്രവാചകന്റെ സഹാബത്ത് ആരും തന്നെ ആരുടെയും ജന്മദിനം ആഘോഷിച്ചതായി രേഖയില്ല. സഹാബത്തിന്റെ ശേഷം ജീവിച്ച താബിഉകളോ തബഉ താബിഈങ്ങളോ ഏതെങ്കിലും ഒരാളുടെ ജന്മദിനം ആഘോഷിച്ചതിന് യാതൊരു തെളിവുമില്ല. ഇവരൊക്കെയാണല്ലോ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ അതിനോടടുത്ത നൂറ്റാണ്ട്, അത് കഴിഞ്ഞാൽ അതിനോടടുത്ത നൂറ്റാണ്ട് എന്നിങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ചു പറഞ്ഞ നൂറ്റാണ്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ അംഗീകാരങ്ങളുമാണ് എന്ന് അറിയാവുന്നവരാണ് നമ്മളൊക്കെ. ജന്മദിനാഘോഷത്തിന് വേണ്ടിയുള്ള ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുടെ പരിധിയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പ്രവാചകൻ ജീവിച്ച 23 വർഷക്കാലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അംഗീകാരം നൽകിയതോ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ ഈ ഏർപ്പാട് എവിടെ നിന്ന് കിട്ടി എന്നതൊരു ചോദ്യമാണ്. ശാഫി മദ്ഹബിലെ സുപ്രസിദ്ധനായിരുന്ന പണ്ഡിതൻ ഇമാം സുയൂത്തി, അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്താലൂന വശഹവത്തു നഫ്സിൻ യൽതനാ ബിഹൽ അക്കാലു. അസത്യവാദികളായ ആളുകൾ പടച്ചുണ്ടാക്കിയ ബിദ്അത്താണത്. തന്നെയുമല്ല, തീറ്റക്കൊതിയന്മാരായ ആളുകൾ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിലനിർത്തിപ്പോന്ന മനസ്സിന്റെ താല്പര്യവും കൂടിയാകുന്നു അത്. ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇമാം സുയൂത്തിയുടെ വാചകമാണ്. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനത്തെ സംബന്ധിച്ച് ഒരിക്കൽ ഫത്വ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ ലം യുൻകൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ. മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട സലഫു സാലിഹീങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അങ്ങനെ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ അങ്ങനെയാണ്. ഫത്ഹുൽ മുഈനിന്റെ ശറഹ് ഇആനത്തുത് താരിബീൻ, മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ നിരാകരിക്കാൻ കഴിയാത്ത കിതാബ്, തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ കൂട്ടുപിടിക്കുന്ന കിതാബ്. ആ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നത് ഹിജറയുടെ 6-ാം നൂറ്റാണ്ടിൽ ഇർബലിലെ ചക്രവർത്തിയായിരുന്ന മുളഫർ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബിദ്അത്താകുന്നു മൗലിദാഘോഷം. സമസ്തയിലെ പ്രമുഖനായിരുന്ന പണ്ഡിതൻ തഴവ മൗലവിയുടെ പാട്ട് അറിയാത്തവരില്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹനബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ ഹിജറയുടെ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായി ഉണ്ടായതാണെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. മനുഷ്യലോകത്തേക്ക് സ്നേഹത്തിന്റെ കടൽ ഒഴുക്കിയ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന അസഹ്യമായ നരകയാതനകളിൽ നിന്ന് മോചിതരായി ഒരു മനുഷ്യന്റെ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖാനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗത്തിൽ മനുഷ്യർ പ്രവേശിക്കണം എന്ന് ഉത്കടമായി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത പ്രവാചകൻ. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ പീഡനമർദ്ദനങ്ങളുടെ പർവ്വങ്ങൾ താണ്ടേണ്ടി വന്നത്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട്
ഊരുവിലക്കിന് അടിമയായി മലഞ്ചെരുവിൽ പോയി ഭക്ഷണം പോലും ലഭിക്കാതെ കൊല്ലങ്ങളോളം ജീവിക്കേണ്ടി വന്നത് ഈ ഒരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ കൂക്കും പരിഹാസവും കല്ലേറും അനുഭവിക്കേണ്ടി വന്നു. ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മണ്ണിനോട് വിട പറഞ്ഞ് അന്യനാട്ടിലേക്ക് ഹിജറ പോകേണ്ടി വന്നത്. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടി വന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു എന്ന് നാം ആലോചിക്കണം. ഇതാ സത്യവിശ്വാസികളെ, നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ ഈ ലോകത്ത് വെച്ചോ നാളെ പരലോകത്ത് വെച്ചോ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. മനുഷ്യലോകം പ്രയാസത്തിൽ അകപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, മനുഷ്യലോകമേ നിങ്ങളുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും അതീവ താല്പര്യമുള്ള പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേറ്റം കനിവ് കാണിക്കുന്ന പ്രവാചകൻ, കരുണ കാണിക്കുന്ന പ്രവാചകൻ. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് സ്വന്തം സമുദായത്തോടുള്ള മനുഷ്യലോകത്തോടുള്ള താല്പര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ആ കാര്യം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെയും ഒക്കെ ഉപമിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെയും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂരിരുട്ടത്ത് തീ കത്തിച്ച ഒരു മനുഷ്യനെ പോലെയെന്ന്. ആ തീയുടെ പ്രകാശം ഇരുട്ടിലേക്ക് അങ്ങ് പരന്നപ്പോൾ 4 ഭാഗത്തു നിന്നും ഈച്ചകളും പാറ്റകളും പ്രാണികളും ഒക്കെ അതിൽ വന്ന് ചാടി ചാവാൻ വേണ്ടി പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ എന്ന പ്രവാചകൻ എന്റെ 2 കൈകളും നിവർത്തി പിടിച്ചുകൊണ്ട് അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വരുന്ന പ്രാണികളെ എന്റെ കഴിവിന്റെ പരമാവധി തടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ശരി, ചിലതൊക്കെ എന്റെ കയ്യിനെ അവഗണിച്ചുകൊണ്ട് അതിൽ ചാടി ചാകുന്നു എന്നും പ്രവാചകൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മോടുള്ള മനുഷ്യലോകത്തോടുള്ള സ്നേഹമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ മതിയാക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സ്വന്തം സമുദായത്തെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും നാളെ പരലോകത്ത് അഭിമുഖീകരിക്കാനിരിക്കുന്ന അസഹ്യമായ അവസ്ഥകളിൽ സ്വന്തം ശരീരങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുകയാണ്, ആവലാതിപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവലാതിപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത് സ്വന്തം ശരീരത്തെ കുറിച്ചല്ല, തന്റെ ഉമ്മത്തിനെ കുറിച്ചാണ്, തന്റെ സമുദായത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ കൂടി ആശങ്കപ്പെടാനുള്ളത് പ്രവാചകൻ തന്നെ പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഇല്ലാ ലഹു ദഅവത്തുൻ ഖദ് അൻജദഹാ ഫിദ്ദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഓരോ പ്രാർത്ഥന നടത്താനുള്ള അവകാശം അല്ലാഹു നൽകി. ആ പ്രാർത്ഥന ഈ ലോകത്ത് വെച്ച് തന്നെ അവർ പൂർത്തീകരിച്ചു.
പോവുകയും ചെയ്തു. പക്ഷേ വഇന്നീ ഖദ് ഇഖ്തബത്തു ദഅവതി ശഫാഅൻ ലി ഉമ്മത്തി, എന്നാൽ എനിക്ക് വേണ്ടി എന്റെ അവകാശമായി അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ശഫാഅത്തൻ ലി ഉമ്മത്തി, ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന് ശഫാഅത്തായിട്ടാണ് ഞാനത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ, നമ്മോടുള്ള പ്രവാചകന്റെ സ്നേഹമാണിത്. പ്രവാചകൻ മറ്റൊരിക്കൽ പറയുന്നു, യുൻസബുൽ അംബിയാഇ യൗമൽ ഖിയാമത്തി മനാബിറു മിൻ ദഹബ്, നാളെ ഖിയാമത്ത് നാളിൽ പ്രവാചകന്മാർക്ക് മുഴുവനും സ്വർണത്തിന്റെ പീഠങ്ങൾ സ്ഥാപിക്കപ്പെടുമെന്നാവാം. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകന്മാർക്ക് മുഴുവനും സ്വർണത്തിന്റെ പീഠങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. ഫയജ്ലിസൂന അലൈഹ, അങ്ങനെ ആ പ്രവാചകന്മാരൊക്കെ ആ സ്വർണത്തിന്റെ പീഠങ്ങളിൽ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വയബ്കാ മിൻബരി ലാ അജ്ലിസു അലൈഹി, എന്നാൽ എന്റെ പീഠം മാത്രം അവിടെ അവശേഷിക്കും, ഞാൻ അതിൽ ഇരിക്കുകയില്ല. എനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർണത്തിന്റെ പീഠം ഒഴിഞ്ഞു കിടക്കുകയാണ്, ഞാൻ അതിൽ ഇരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. എന്തേ കാരണം അറിയാമോ? ഖായിമ്മൻ ബൈന യദൈല്ലാഹി മുൻതസിബൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമെന്നാ പറയുന്നത്. എന്റെ സമുദായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കും. മഖാഫത അൻ യബ്അസ ബി ഇലൽ ജന്ന, അല്ലാഹു തആല എന്നെ സ്വർഗ്ഗത്തിലേക്ക് അയച്ചേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമെന്നാ പറയുന്നത്. വതബ്കാ ഉമ്മത്തി ബഅദി, എന്നിട്ട് എന്റെ ഉമ്മത്ത് അവശേഷിച്ചു പോകുമെന്ന പേടിയാണ് എനിക്കുള്ളത് എന്നാണ്. ഞാൻ അങ്ങ് വേഗത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർണത്തിന്റെ കസാരയിൽ ഇരിക്കാതെ, പീഠത്തിൽ ഇരിക്കാതെ ഞാൻ അങ്ങനെ നിൽക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ലാഹു തആല എന്നോട് ചോദിക്കും, യാ മുഹമ്മദ് മാ തുരീദു അൻ അസ്നാ മിൻ ബി ഉമ്മതിക, മുഹമ്മദേ നിന്റെ ഉമ്മത്തിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ വിചാരിക്കുന്നത്? നിന്റെ ഉമ്മത്തിനെ കൊണ്ട് ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്നാണ് മുഹമ്മദേ നീ വിചാരിക്കുന്നത്? ആ സമയത്ത് ഞാൻ പറയും, യാ റബ്ബി അജ്ജിൽ ഹിസാബഹും, എന്റെ റബ്ബേ അവരുടെ വിചാരണ നീ വേഗത കൂട്ടുകയാണ്. നീ അവരെ ഒന്ന് വേഗത്തിൽ വിചാരണ ചെയ്യും പടച്ചവനെ. വിചാരണ ചെയ്ത് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, ഇങ്ങനെ രണ്ടാലൊരു സങ്കേതത്തിലേക്ക് നീ വേർതിരിക്കണേ. ഈ മഹാപ്രയാസത്തിൽ എന്റെ ഉമ്മത്തിനെ നീ അകപ്പെടുത്തല്ലേ. ദീർഘകാലമായി എന്റെ ഉമ്മത്ത് ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പടച്ചവനെ ഈ മഹാപ്രയാസത്തിൽ എന്റെ ഉമ്മത്ത് അകപ്പെട്ടുകൊണ്ട് അവരെ നീ പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ. വേഗത്തിൽ എന്റെ ഉമ്മത്തിന്റെ വിചാരണ നീ എടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറയും. ആ സമയത്ത് അല്ലാഹു തആല അവരെ വിളിക്കുകയാണെന്നാണ് പറയുന്നത്. ഫയദഊഹും, അല്ലാഹു അവരെ വിളിക്കും. ഫയുഹാസബൂൻ, എന്നിട്ട് അവരെ വിചാരണ ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന കേട്ടുകൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ വിളിക്കുകയാണ്, എന്നിട്ട് അവരെ വിചാരണ ചെയ്യുകയാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, ഫമിൻഹും മൻ യദ്ഖുലുൽ ജന്നത ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്റെ ശഫാഅത്ത് ലഭിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അപ്പോൾ സഹോദരന്മാരെ, മറ്റാരേക്കാളും നമ്മെ സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന സ്നേഹം, ഈ സ്നേഹം തിരിച്ചു നൽകാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങൾ. അത് നാം തിരിച്ചു നൽകണമെന്നും തിരിച്ചു നൽകുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ്. സാധാരണ ഈ രംഗത്ത് നിങ്ങളൊക്കെ കേൾക്കാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനം,
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്കും തന്നെ വിശ്വാസിയാവാൻ സാധ്യമല്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മക്കളെക്കാളും സ്വന്തം പിതാവിനേക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾക്ക് വിശ്വാസിയാവാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ആ കാര്യം പഠിപ്പിച്ചത്. ലോകത്തുള്ള ആരെക്കാളും നബിയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ മൂമിനാവാൻ സാധ്യമാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നാം എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണം എന്ന് പഠിക്കേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. ഖുർആന്റെ ശക്തമായ ഒരു താക്കീത് കൂടിയാണ്. നബിയെ താങ്കൾ പറഞ്ഞേക്കണം, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എന്നതുപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ ധനങ്ങൾ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, നിങ്ങൾ എപ്പോഴും തന്നെ നഷ്ടം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നുന്നതെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. അള്ളാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൽപ്പിച്ചതാണ്. നമുക്കൊക്കെ താക്കീത് നൽകാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അപ്പോൾ സ്നേഹിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രയിൽ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകനെ, എനിക്ക് എന്റെ ശരീരത്തോടുള്ള സ്നേഹം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ് എന്നാ പറഞ്ഞത്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, പോരാ ഉമർ, നീ വിശ്വാസിയല്ല ഉമർ, നീ മൂമിനല്ല ഉമർ. ആരോടാ പറയുന്നത്? ഉമറിനോടാ പറയുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാ പ്രവാചകൻ പറയുന്നത്, നീ വിശ്വാസിയല്ല, നീ മൂമിനല്ല. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മാറ്റി പറയുകയാണ്, എനിക്ക് എന്റെ ശരീരത്തോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് പ്രവാചകരെ. ഇത് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്, അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോൾ നീ വിശ്വാസിയാണ്, ഉമറേ ഇപ്പോൾ നീ വിശ്വാസിയാണ്. ഈ നിലക്കാണ് പ്രവാചക സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം ആലോചിച്ചു. പക്ഷേ ഈ സ്നേഹം എങ്ങനെയായിരിക്കണം? അത് വളരെ കൃത്യമാണ് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? ഏത് രൂപത്തിലാണ് സത്യവിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്നത് വളരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്തൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതും കൃത്യമായി പഠിപ്പിച്ച പ്രവാചകനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലും അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സ്നേഹിക്കണം വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നിങ്ങൾ കേൾക്കാറുള്ള ഒരു പ്രവാചക വചനം, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഞാൻ എന്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു സുന്നത്ത് എന്റെ ചര്യ. ആ ചര്യയെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ജീവിച്ചാൽ അവനാണ് എന്നെ സ്നേഹിച്ചവൻ. ആ നിലക്ക് എന്നെ സ്നേഹിച്ചവനാരോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം നാളെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം എന്റെ സുന്നത്തിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുന്നു എങ്കിൽ തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചു. ആ രൂപത്തിൽ എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക സ്നേഹത്തെ കൃത്യത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പ്രവാചകരെ പറഞ്ഞേക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രിയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു തആല നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനും പ്രവാചക സ്നേഹത്തിന്റെ പൊരുൾ എന്താണ് എന്ന് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കണം.
സഹോദരന്മാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വരുന്ന വിലപ്പെട്ട ഉപദേശത്തിന്റെ മുത്തുമണികൾ പെറുക്കിയെടുത്ത് നെഞ്ചിലേറ്റി ജീവിതത്തിൽ ഉടനീളം അത് പ്രാവർത്തികമാക്കിയിരുന്ന സഹാബത്ത്, ആ സഹാബത്തായിരുന്നല്ലോ യഥാർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലുപരി ആ സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു. മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. നാം അത് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ശത്രുക്കൾ എഴുതുവിട്ടതായ കൂരമ്പുകൾക്ക് സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട് മറവ് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകുകയാണ്. എന്നിട്ട് ശരീരത്തിൽ തറച്ച അമ്പുകളുടെ ആധിക്യം കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ മുള്ളം പന്നികളെ പോലെ ശരീരം വികൃതമായി എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിന് മാത്രം പ്രവാചകനെ സ്നേഹിച്ച സഹാബത്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമുക്കത് നിഷേധിക്കാൻ സാധ്യമല്ല. ഉഹദ് യുദ്ധത്തിൽ സ്വന്തം സഹോദരന്മാർ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ യാതൊരു ബേജാറുമില്ല. തന്റെ ജീവിതത്തിന്റെ താങ്ങും തടലുമായിരുന്ന സ്വന്തം ഭർത്താവ് തന്നെ മരിച്ചുപോയി, കൊല്ലപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ യാതൊരു വിധത്തിലുള്ള വിഷമവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നാലുപാടും വിറളി പിടിച്ചോടുകയാണ്. അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിടത്ത് സുരക്ഷിതരായി കാണുകയാണ്. ആ സന്ദർഭത്തിൽ എല്ലാം മറന്നുകൊണ്ട് പറയുകയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളെ ഞാൻ ഇതാ സുരക്ഷിതനായി കണ്ടിരിക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ശരി, എന്ത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ശരി, എന്ത് വലിയ മുസീബത്തുകൾ വന്നാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹാ. നിങ്ങൾ ആലോചിക്കണം, പ്രവാചകൻ ജീവിച്ച നൂറ്റാണ്ടിൽ പ്രവാചകനെ സ്നേഹിച്ച് കഴിഞ്ഞ ഒരു സഹാബ വനിതയായിരുന്നു. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോയ സംഭവം അറിയാത്തവരല്ലല്ലോ നമ്മളാരും തന്നെ. രണ്ടുപേരും ഹിജ്റ പോവുകയാണ്. മദീനയിലേക്ക് ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. രാത്രിയായിട്ടുണ്ട് സമയം. അങ്ങനെ ക്ഷീണിച്ചവശരായി അവസാനം ഒരു ഗുഹയിൽ കടന്നിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, സൗർ ഗുഹയിൽ അവർ വിശ്രമിക്കുകയാണ്. രാത്രിയായിട്ടുണ്ട്, ശത്രുക്കൾ വരുന്നുണ്ട്. അവരുടെ തലയെടുക്കാൻ വേണ്ടി അബൂജഹലും പാർട്ടിയും നിശ്ചയിച്ചതായ ശത്രുക്കൾ അവിടെ ഗുഹാമുഖത്തെത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചവശനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തല ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് മയങ്ങി പോവുകയാണ്. മയക്കം ഉറക്കമായി മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയുടെ നാലു ഭാഗത്തും തന്റെ കണ്ണുകൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. അവിടെയും ഇവിടെയും ചില പൊത്തുകളും പഴുതുകളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. ആ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും അപകടം ആ ദ്വാരങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുമോ എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ഒരു പക്ഷേ വിഷപ്പാമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ധാരണയിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വസ്ത്രം തുണ്ടമായി മുറിക്കുകയാണ്. എന്നിട്ട് ഓരോ ദ്വാരവും അദ്ദേഹം അടച്ചു കളയുന്നു. അവസാനം ഒന്ന് മാത്രം അവശേഷിക്കുകയാണ്. അവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലിന്റെ പെരുവിരൽ അമർത്തി പിടിക്കുകയാണ്. എന്ത് സഹിച്ചാലും തരക്കേടില്ല, എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും തരക്കേടില്ല, എത്ര വിഷമുള്ള പാമ്പ് കൊത്തിയാലും തരക്കേടില്ല. എന്റെ മടിയിൽ തലവെച്ച് നിൽക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ സാന്നിധ്യത്തിൽ വെച്ച്, ഈ ഗുഹയിൽ വെച്ച് അപകടം സംഭവിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ ഉഗ്രവിഷമുള്ളൊരു പാമ്പ് അദ്ദേഹത്തിന്റെ കാലിന്റെ വിരലിൽ കടിക്കുകയാണ്. വിഷം ശരീരത്തിലേക്ക് കയറുകയാണ്, തലച്ചോറിലെത്തുകയാണ്. വേദന കൊണ്ട് പിടഞ്ഞു കളിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിന് തടസ്സം വരുത്താൻ പ്രവാചകനോടുള്ള സ്നേഹം അനുവദിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം കരയുകയാണ്. കരഞ്ഞൊരു തുള്ളി കണ്ണുനീര് പ്രവാചകന്റെ മുഖത്തിറ്റുകയാണ്. അപ്പോൾ പ്രവാചകൻ കണ്ണു തുറന്നു നോക്കുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് കരയുകയാണ്. എന്താണ് അബൂബക്കർ കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് എന്നെ ഉണർത്തിയില്ല എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ,
നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണല്ലോ, ക്ഷീണം മാറ്റുകയാണല്ലോ. നിങ്ങളോടുള്ള എന്റെ സ്നേഹം നിങ്ങളുടെ ഉറക്കത്തിന് തടസ്സം വരുത്താൻ എന്നെ ഒരിക്കലും അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഉണർത്താതിരുന്നത്. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്റെ സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കാരണത്താൽ പ്രവാചകന്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ പോലും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല എന്നത് നിഷേധിക്കാനാവാത്ത ചരിത്രമല്ലേ മുഅ്മിൻ? നമ്മളൊന്ന് ഓർക്കേണ്ടതല്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് സഹാബത്ത് പറയുകയാണ്. ആ വാർത്ത കാട്ടുതീ പോലെ മദീനയിൽ പരക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബേജാറാവുകയാണ്. സ്വന്തം കൈകളിൽ അദ്ദേഹം വാളെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു സമൂഹത്തിൽ, മുഹമ്മദ് മരിച്ചു, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാൾ കൊണ്ട് ഞാൻ അവന്റെ ശിരച്ഛേദം നടത്തിക്കളയും, വെട്ടിക്കളയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാലുപാടും വിരൽ പിടിച്ചോടുകയാണ് അദ്ദേഹം. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. അദ്ദേഹം എങ്ങനെയോ വാർത്ത അറിയുകയാണ്. അദ്ദേഹം ഓടി വരികയാണ്. ഓടി വന്നിട്ട് നേരെ പ്രവാചകന്റെ തിരുസാന്നിധ്യത്തിലേക്ക് ചെല്ലുകയാണ്. ആ മയ്യത്ത് മൂടിക്കിടക്കുകയാണ്. ഉടനെ തന്നെ തന്റെ മുഖം മൂടിക്കിടക്കുന്ന ആ മയ്യത്തിന്റെ മുഖം മൂടിക്കിടക്കുന്ന വസ്ത്രം ഒന്ന് മുഖത്ത് നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് കുനിഞ്ഞിട്ട് പ്രവാചകന്റെ മരിച്ചു കിടക്കുന്ന പ്രവാചകന്റെ തിരുമുഖത്തൊരു ചുംബനം അർപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ജീവിച്ചിരുന്ന സമയത്തും അതേ പ്രകാരം മരിച്ചിരുന്ന സമയത്തും എന്തോ ഒരു സുഗന്ധത്തിന്റെ ഉടമയാണ്, നിങ്ങൾക്ക് എന്തോ ഒരു സുഗന്ധമാണ് പ്രവാചകരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടനെ തന്നെ അദ്ദേഹം കയറി പോവുകയാണ്, ഓടിപ്പോവുകയാണ്. അങ്ങനെ പള്ളിയിൽ മിമ്പറിൽ കയറുകയാണ്. സഹാബത്ത് പല ഭാഗത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടി കിടക്കുന്നു. കൂട്ടം കൂട്ടമായി ചർച്ച നടത്തുകയാണ്. വല്ലാത്ത വിഷമങ്ങളാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നത്. എല്ലാവരും പ്രയാസപ്പെടുകയാണ്. ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. അവർക്ക് ആശ്വാസമായി. അദ്ദേഹം മിമ്പറിൽ കയറുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ ജനങ്ങളെ, എന്റെ അനുയായികളെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻകാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചുപോയി കേട്ടോ. അതേ സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എങ്കിൽ ആ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. അതിന് ശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ ഒരായത്താണ് അദ്ദേഹം ഓതുന്നത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബ്തും വലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജിദുല്ലാഹു ശാകിരീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. എന്താണ് ആയത്തിന്റെ അർത്ഥം എന്നറിയാമോ? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ്, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന്റെ മുമ്പ് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബ്തും വലാ അഖാബികും, അദ്ദേഹം മരിക്കുകയോ ഏതെങ്കിലും യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളായി പിറകോട്ടടിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുന്ന ആയത്താണ്. വല്ലവനും തന്റെ പിറകോട്ടടിക്കുന്നു എങ്കിൽ സത്യവിശ്വാസിയായതിനു ശേഷം സത്യനിഷേധത്തിലേക്ക് തന്നെ ആരെങ്കിലും തിരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ അവന് സാധ്യമല്ല എന്ന് പറയുന്ന സൂറത്തു ആലി ഇംറാനിലെ ആയത്ത് ഓതിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് കേട്ടപ്പോൾ എന്റെ മുതുകൊടിഞ്ഞു പോയി. അപ്പോഴാണ് മുഹമ്മദ് നബി മരിച്ചു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്. ഇതിന് മാത്രം പ്രവാചകനെ സ്നേഹിച്ച മഹാനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നമുക്കത് നിഷേധിക്കാൻ സാധ്യമല്ല ഒരിക്കലും തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ യജമാനന്മാർ ശക്തമായി മർദ്ദിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധമാണ് അവർ അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ തൂക്കുമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട്
പിടിച്ചുകൊണ്ട് തൂക്കുമരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹുബൈബിന്റെ യജമാനന്മാർ അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകളാണ്. അവർ ചോദിക്കുന്നു, അല്ല ഹുബൈബ്, നീ വിശ്വസിക്കുന്ന മുഹമ്മദ് നിന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത് ആകുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയാമോ? മുഹമ്മദ് എന്റെ ഈ സ്ഥാനത്താകുന്നത് പോയിട്ട് മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ് ഞാൻ എന്നാണ്. ഇത് കേട്ട ശത്രുവായിരുന്ന അബൂ സുഫിയാൻ, അക്കാലത്തെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞു പോവുകയാണ്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനത്തിൽ പ്രവാചകനുള്ള സ്നേഹം കണ്ട് അബൂ സുഫിയാൻ എന്ന ശത്രുവിന്റെ പ്രതികരണമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചരിത്രത്തിലുണ്ട്. നമുക്കത് ഒരിക്കലും തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ അണികളെ നേരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പുറത്ത് മുസ്ലിം സൈന്യത്തിന്റെ മൂന്നിരട്ടിയോളം വരുന്ന വമ്പിച്ചൊരു സൈന്യം മുസ്ലിം സൈന്യത്തെ വകവരുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ നിർണായകമായ ഘട്ടം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ അണി ചൊവ്വാക്കിക്കൊണ്ടിരിക്കുകയാണ്, നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോരുത്തരുടെയും അണി ഇങ്ങനെ നേരെയാക്കി അവസാനം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. അദ്ദേഹം ആ സമയത്ത് അണിയിൽ നിന്ന് അല്പം മുന്നോട്ട് തെറിച്ചു നിൽക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു വടിക്കഷ്ണം കൊണ്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളക്ക് ഒരു ചെറിയൊരു കുത്തു കൊടുത്തിട്ട് നേരെ നിൽക്കൂ മിഖ്ദാദ് എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സന്ദർഭമായി അദ്ദേഹം കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്റെ വയറ്റത്ത് വടി കൊണ്ട് കുത്തിയല്ലേ പ്രവാചകരെ, എനിക്ക് പകരം ചോദിക്കണം റസൂലേ, എനിക്ക് പ്രതികാരം ചോദിക്കണം റസൂലേ, അതുകൊണ്ട് നിങ്ങളുടെ വയറ് എനിക്ക് കാണിച്ചു തരണം റസൂലേ. എവിടെയെങ്കിലും പകരം ചോദിച്ചാൽ പോരാ, നിങ്ങളുടെ വയറ് തന്നെ എനിക്ക് കാണിച്ചു തരണം, കാരണം എന്റെ വയറ്റത്താണ് നിങ്ങൾ കുത്തിയിരിക്കുന്നത്. അത് കേട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വസ്ത്രം ഒന്ന് പൊക്കിപ്പിടിച്ച് വയറ് കാണിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് പകരം ചോദിച്ചതെന്നറിയാമോ? ആ വടി കൊണ്ട് കുത്തിയിട്ടല്ല പകരം ചോദിച്ചത്. അതേ സന്ദർഭത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുറന്നു കിടക്കുന്ന വയറ്റത്ത് അദ്ദേഹം ഒന്ന് ആഞ്ഞു ചുംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനിതാ ബദർ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ്, ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഞാനിതാ എടുത്തു ചാടാൻ പോവുകയാണ്. എന്റെ ജീവനും കൊണ്ട് എനിക്ക് തിരിച്ചു കയറാൻ സാധ്യമാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ അവസാനത്തെ കാഴ്ചയായിരിക്കാം ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ അവസാനത്തെ കാഴ്ചയിൽ റസൂലിന്റെ ശരീരവും എന്റെ ശരീരവുമായി ഒന്ന് തൊട്ടുരുമ്പണം എന്നത് യഥാർത്ഥത്തിൽ ആ പ്രവാചക സ്നേഹിയായിരുന്ന മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. ആ അവസാനത്തെ ആഗ്രഹം അദ്ദേഹം സാക്ഷാത്കരിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് പ്രവാചകന്റെ വയറ്റത്ത് ചുംബിക്കാൻ അദ്ദേഹം സമയം കാണുകയാണ്. അങ്ങനെ ചുംബിച്ചുകൊണ്ടാണ് അദ്ദേഹം പകരം ചോദിച്ചിരുന്നത്. ഇതിന് മാത്രം പ്രവാചകനെ സ്നേഹിച്ച മഹാനായിരുന്നു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ആരെയെന്നറിയാമോ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. തടിച്ച ചുണ്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു, കറുകറുത്ത കാപ്പിരി വർണ്ണക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ചുരുണ്ട മുടിയുണ്ടായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, തടിച്ച ചുണ്ടിന്റെ ഉടമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, വൈകൃതത്തിന്റെ മുഴുവൻ രൂപങ്ങളും ഒത്തിണങ്ങിയ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് 5 നേരവും മുസ്ലിങ്ങളെ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി വിളിക്കാനും സ്വാഗതം ചെയ്യാനും ആ ഉന്നതമായ പദവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വല്ലാതെ സ്നേഹബന്ധം പങ്കിട്ടെടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കഴിഞ്ഞപ്പോൾ മദീനയിൽ പള്ളിയിലെ മിനാരത്തിൽ കയറി നിന്നുകൊണ്ട് ഒന്നാമത്തെ ബാങ്ക് വിളിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന എന്ന് പറഞ്ഞ് മഹാനായ
മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം തൊണ്ടയിൽ കെട്ടുകയാണ്. മുഹമ്മദ് നബിയുടെ പേര് പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാത്തൊരു ഘട്ടമുണ്ടായി. നമ്മൾ ആലോചിക്കണം. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയോട് വിട പറയുകയാണ്. സഹോദരന്മാരെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി കഴിഞ്ഞു. ഇനി ഞാൻ മദീനയിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന നിലക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മദീനയോട് വിട പറഞ്ഞുകൊണ്ട് ഏതോ അജ്ഞാതമായ ഒരു സ്ഥലത്ത് പോയി താമസമുറപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്രം സഹോദരന്മാരെ. ഇവരൊക്കെയാണ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നവർ. ഈ പ്രവാചകനെ ഇവരൊക്കെ സ്നേഹിച്ചത് എങ്ങനെയായിരുന്നു എന്നതിന്റെ വ്യക്തമായ രൂപം ചരിത്രത്തിലുണ്ട്. ഇവരാരും തന്നെ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് കാണപ്പെടുന്നത് പോലെയുള്ള ആഘോഷങ്ങൾ നടത്തിയവരായിരുന്നില്ല എന്ന കാര്യമാണ് ഞാനും നിങ്ങളും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അതേ സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് കേട്ട ഉപദേശങ്ങളുടെ മണിമുത്തുകൾ പെറുക്കിയെടുത്ത് ജീവിതം മുഴുവനും അത് പ്രാവർത്തികമാക്കി അതിന്റെ നിഴലുകളായി ജീവിച്ച, അതിന്റെ പ്രതീകങ്ങളായി ജീവിച്ച മഹാന്മാരായിരുന്നു. അല്ലാതെ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടായിരുന്നില്ല പ്രവാചകൻ അവർ സ്നേഹിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നിങ്ങളും അടക്കമുള്ള ലോകത്ത് അവസാനം വരെ ജീവിക്കാനിരിക്കുന്ന സത്യവിശ്വാസികളെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. മുസ്ലിം സമുദായത്തെ ഉപദേശിച്ച ഒരു കാര്യമാണ്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്റെ സമുദായമേ ഒരിക്കലും നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുതേ. കാരണം ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടതും വിശ്വസിക്കേണ്ടതും അല്ലാഹുവിന്റെ അടിമ, അവന്റെ റസൂൽ. അതിൽ കവിഞ്ഞൊരു സ്ഥാനം എനിക്ക് നൽകരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾ ഒരിക്കൽ അദ്ദേഹം സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ഉപദേശിച്ചത് എന്താണെന്നറിയാമോ? ലാ തഖൂമു ലിറുയതി തുഅല്ലിമൂനനി കമാ യുഅല്ലിമുൽ അആജിമു ബഅദുഹും ബഅദാ. എന്റെ സഹാബത്തെ, എന്നെ കാണുന്ന സമയത്ത് എന്നെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുതേ സഹാബത്തെ. കമാ യുഅല്ലിമുൽ അആജിമു ബഅദുഹും ബഅദാ. അനറബികളായ ആളുകൾ, അത് അവരുടെ സംസ്കാരമാണ്. അനറബികൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്നതുപോലെ എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകന്റെ അനുയായികൾ തന്നെയാണ്. മൗലാനമാരെന്ന വേഷത്തിൽ വന്ന് സദസ്സിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് എല്ലാവരും സലാത്ത് ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുകയും അതൊരു വലിയ ബഹുമാനമായി കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് സഹോദരന്മാരെ, സഹോദരികളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് കുറച്ച് പെൺകുട്ടികൾ ഒരിക്കൽ പാട്ടുപാടുകയാണ്. പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവർ പാട്ടുപാടുന്നത്. ആ പാട്ടിന്റെ ഇടയിൽ ഒരു വരി വരികയോ, ഒരു വരി അവർ പാടുകയുണ്ടായി. ആ വരിയിൽ എന്താണെന്നറിയാമോ? നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്. നാളത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ, നാളത്തെ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു വരി അതിലുണ്ടായിരുന്നു. ഉടനെ റസൂലുള്ള പറഞ്ഞു, നിർത്തണം, അവിടെ അവസാനിപ്പിക്കണം. ഒരിക്കലും നിങ്ങൾ എന്നെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. നാളത്തെ കാര്യം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഒരിക്കലും എന്നെ പറ്റി നിങ്ങൾ പറയാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ പെൺകുട്ടികളുടെ പാട്ട് അവസാനിപ്പിക്കുകയാണ്, നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ അനുയായികൾ തന്നെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ചില മൗലാനമാരെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഏതുവരെ? വാനം വരെ, വാനലോകം വരെ, അല്ലാഹുവിനേക്കാളും മുന്തിയ പദവി നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കുഞ്ഞാടുകളെ പണം കൊടുത്തുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കുകയാണ്. പാട്ടുപാടാനും പുകഴ്ത്തി പറയാനും അല്ലാഹുവിനോളം തന്നെ ഉയർത്താനും വേണ്ടി
കുഞ്ഞാടികൾക്ക് പണവും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അവരിതാ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ നമ്മുടെ കാലഘട്ടം എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലാനയുടെ കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. റൗള ഷരീഫിൽ എവിടെ മൗലാനയുടെ കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊരു പണ്ഡിതൻ പറയുമ്പോൾ ഇതൊരിക്കലും ഇല്ലാത്ത കാര്യമാണ് എന്ന് വിശ്വസിക്കാൻ കുഞ്ഞാടുകൾക്ക് കഴിയുന്നില്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ സഹോദരന്മാരെ. നിങ്ങൾ ആലോചിക്ക്, അള്ളാഹു വല്ല കാര്യം നടപ്പിലാക്കുന്നു എങ്കിൽ അത് മൗലാനയുടെ സമ്മതത്തോടു കൂടി മാത്രമേ സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുഞ്ഞാടുകൾ അവിടെ ബുദ്ധി പണയം വെച്ചവരല്ലേ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കേണ്ടതാണ് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിനെ ഈ നിലക്കൊക്കെ കണ്ടിരുന്ന, ഈ നിലക്കൊക്കെ എന്നെ കാണാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച, ആ പഠിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിലെ അനുയായികൾ എന്ന് തന്നെയാണല്ലോ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാരെ. ആരൊക്കെ ലോകം മുഴുവനും എതിർത്തിട്ടും ഒരു വ്യാജമുടി കൊണ്ടുവന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന, വെള്ളത്തിലിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല സഹോദരന്മാരെ. 40 കോടി പള്ളി ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ പ്രവാചക സ്നേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു, ദുരുപയോഗപ്പെടുത്തുന്നു വരുമ്പോൾ നമ്മുടെ സമുദായം എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിലെങ്കിലും ഞാനും നിങ്ങളും ആലോചിക്കണം സഹോദരന്മാരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നാം കാര്യമായി ചിന്തിക്കണം, എന്താണ് പ്രവാചക സ്നേഹം. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ അള്ളാഹുവിനേക്കാളും ഉയർത്തിയെങ്കിൽ നമുക്കൊരിക്കലും തന്നെ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങനെയാണല്ലോ മൗലിദ് പദ്യത്തിലെ ചില വരികളൊക്കെ തന്നെ ഈ അബൂബക്കർ, മൗലാന അബൂബക്കറിനെ തന്നെ ഇത്ര അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മനുഷ്യന്മാർക്ക് പ്രവാചകനെ അള്ളാഹുവിനേക്കാളും ഉയർത്താൻ എന്തെങ്കിലും മടിയുണ്ടാകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ കേൾക്കൂ, സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചില വരികളാണ്. യാ സയ്യിദി സാദാത്തി ജിഅ്തുക ഖാസിദൻ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. എന്താണ് പറഞ്ഞത്? നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ. വളരെ നിഷ്പക്ഷമതിയോടുകൂടി നിഷ്പക്ഷനായിക്കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ മൗലിദിലെ ഈ വരി എന്നറിയാമോ? യാ സയ്യിദി സാദാത്ത്, നേതാക്കന്മാരുടെ നേതാവായ മുഹമ്മദ് നബിയെ, ജിഅ്തുക ഖാസിദൻ, ഞാനിതാ അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, ഞാൻ നിങ്ങളുടെ സംരക്ഷണമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ലക്ഷ്യത്തെ നിങ്ങൾ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്തി കളയരുതേ. ഞാൻ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകരെ. അതുകൊണ്ട് നേതാക്കന്മാരുടെ നേതാവായ മുഹമ്മദ് നബിയെ, നിങ്ങളെ ലക്ഷ്യം കൊണ്ടിതാ ആ ലക്ഷ്യം വെച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സംരക്ഷണമാണ് ഞാൻ എന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ലക്ഷ്യത്തെ നിങ്ങൾ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്തി കളയരുതേ. നബിയോട് പ്രാർത്ഥിക്കുകയാണ്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ മിനൽ ദുൽമി വൽഉൽഫി ശദീദി ഫഅസിദി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എന്നിൽ വന്നു ഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഅസിദി, ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും ഇത്തരം ദുരിതങ്ങളിൽ നിന്നും എന്നെ നിങ്ങൾ സൗഭാഗ്യവാനാക്കി മാറ്റണമേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ മൗലിദിലുണ്ട്. വളരെയധികം ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ സഹോദരന്മാർ, വിവരമുള്ളവരും ഇല്ലാത്തവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദ് വരികൾ അത്തരം ശിർക്ക് കലർന്നതാണ് എന്നൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല സഹോദരന്മാരെ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു, നിങ്ങളുടെ പാവപ്പെട്ട അടിമ എന്തെവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. അബ്ദുക്കൽ മിസ്കീനു, നബിയെ നിങ്ങളുടെ സാധുവായ അടിമ, യർജു ഫളലകൽ ജമ്മൽ ഗഫീർ, നിങ്ങളുടെ ഏറ്റവും കനത്തതായ ഫളൽ ആഗ്രഹിച്ചുകൊണ്ടിരി വരികയാണെന്ന് അവർ ആലോചിക്കണം. ആരാണ് നിങ്ങളുടെ പാവപ്പെട്ട അടിമ എന്ന മുഹമ്മദ് നബി എവിടേക്ക് എത്തിച്ചു? നമ്മൾ മുഹമ്മദ് നബി ഇവരെ എവിടേക്ക് എത്തിച്ചു നിങ്ങൾ ആലോചിക്കണം. മുഹമ്മദ് നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളുടെ സാധുവായ അടിമ ഇതാ നിങ്ങളുടെ കയ്യും കടക്കുമില്ലാത്ത ഏറ്റവും അധികരിച്ചതായ ഫളിനെയും അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ ഖദ് അഹ്സൻതലന്നി ഖദ് അഹ്സൻതുനന്നി യാ ബശീറു യാ നദീറു, യഥാ നിങ്ങളെപ്പറ്റി ഞാനിതാ നല്ലത് മാത്രമാണ് വിചാരിക്കുന്നത്. സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകരെ, താക്കീത് നൽകുന്ന പ്രവാചകരെ, ഞാൻ നിങ്ങളെപ്പറ്റി നിങ്ങൾ
എനിക്ക് നല്ല വിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തി കളയരുതേ എന്ന് മഹാനായ പ്രവാചകനോട് നിങ്ങളുടെ സാധുവായ അടിമ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരു അടിമ പറയുന്നത് പോലെ പ്രവാചകനോട് പറയുന്നു. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമുദായം എത്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അവരുടെ പുണ്യപ്പെട്ട ആളുകളെയും അതേ പ്രകാരം അവരുടെ പ്രവാചകന്മാരുടെയും ഒക്കെ ജനനദിനങ്ങളും മരണദിനങ്ങളും ഒക്കെ ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം നേരത്തെയുണ്ട്. അവരിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫെബ്രുവരി 14 പ്രേമദിനം എന്ന് പറയുന്ന ഒരു ദിനം വരാനിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അതിൽ പങ്കുചേരാനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്തേ ഇതിന്റെ കാരണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് നാം മനസ്സിലാക്കേണ്ടേ? പ്രേമത്തിന്റെ പ്രതീകമായ വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ലോകം ഇന്ന് അങ്ങനെ ഒരു ദിനം തന്നെ ആചരിക്കുകയാണ്. പ്രേമദിനം എന്ന് പറയുന്ന ഈദുൽ ഹബ്ബ് എന്നാണ് അറബിയിൽ അതിന് പറയുക. ഇങ്ങനൊരു പ്രേമദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ മുസ്ലിങ്ങളിലെ ചെറുപ്പക്കാര് ഇതിൽ മുന്നിൽ വന്നുകൊണ്ട് ഇത്തരം ആചാരങ്ങൾ കൈക്കൊള്ളാറില്ലേ? യഥാർത്ഥത്തിൽ ഇത് വലിയ അപകടമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യരാകുന്നു എങ്കിൽ അവർ അവരിൽപ്പെട്ടവർ തന്നെയാണ്. ക്രിസ്ത്യാനിയുടെ ആചാരമാണ് ആരെങ്കിലും അനുഷ്ഠിക്കുന്നതെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണ്. ജൂതന്റെ ആചാരമാണ് ആരെങ്കിലും കൈക്കൊള്ളുന്നതെങ്കിൽ അവൻ ജൂതൻ തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ താക്കീത് നൽകിയൊരു കാര്യമുണ്ട്. സാധാരണ നിങ്ങൾ കേൾക്കാറുള്ളതാണ്, ലതത്തബിയുന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വസിറാഅൻ ബിസിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ താക്കീത് ചെയ്തതാണ്. നമ്മളെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്. ലോക അവസാനം വരെ വരാനിരിക്കുന്ന സത്യവിശ്വാസികളെ, മുസ്ലിം സമുദായത്തെ നോക്കിക്കൊണ്ടുള്ള പ്രവാചകന്റെ താക്കീതാണ്. ലതത്തബിയുന്ന സുനന മൻ കാന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോരുടെ ചര്യകൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്രിൻ വസിറാഅൻ ബിസിറാഇൻ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ. ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് അവർ പ്രവേശിച്ചതെങ്കിൽ ലദഖൽതുമൂഹു, നിങ്ങളും പ്രവേശിക്കും. പ്രവാചകൻ നമ്മെ നോക്കി പറഞ്ഞതാണ്. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് മുൻകഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരിച്ചുള്ള മറുപടി ഫമൻ, പിന്നെ ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും കാട്ടിക്കൂട്ടിയ മതത്തിന്റെ മേൽവിലാസത്തിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്റെ സമുദായമേ നിങ്ങളും പിൻപറ്റും എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ നോക്കി താക്കീത് ചെയ്തു എങ്കിൽ ഇതാ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ കരുതിയിരിക്കേണ്ട കാര്യമാണ്. ഇത്തരം ദിനങ്ങളും ഇത്തരം മാസങ്ങളും ഇത്തരം കൊല്ലങ്ങളും ഒക്കെ ഇനിയും നമ്മുടെ മുമ്പിൽ വരും. ഒരിക്കലും നമ്മുടെ സംസ്കാരം നാം കളഞ്ഞു കുളിക്കാൻ പാടില്ല. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാം മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെക്കാൻ പാടില്ല. നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് വേണ്ടി നാം പണയം വെക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ സംസ്കാരം അതെവിടെയും ഏത് ലോകത്തും ഏത് രാജ്യത്തും ഏത് മുക്കിലും ഏത് മൂലയിലും അത് മുറുകെ പിടിക്കാനുള്ളതാണ്. അത് പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് യാതൊരു നഷ്ടവും വരികയില്ല. നമ്മുടെ അന്തസ്സ് താന്നു പോവുകയില്ല. നാം ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ കൊള്ളരുതാത്തവരാവുകയില്ല എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. വളരെ അന്തസ്സാർന്ന ഒരു ദീനാണ് നമ്മുടേത്. അന്തസ്സായ ദീനാണ് നമ്മൾ. ഈ ദീൻ കൊണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും അഭിമാനം കൊള്ളാനുള്ളത്. ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് കഴിവതും പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ പ്രവാചകനുള്ള സ്നേഹം പ്രകടമാക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അവസാനമായി എന്റെ സഹോദര സഹോദരിമാരോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഈ സന്ദേശം അറിയാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ നമ്മുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊക്കെ
തിരിച്ച് യഥാർത്ഥ പ്രവാചക സ്നേഹത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കൊക്കെ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരികളുമുണ്ട്. അവിടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ എവിടെ വെച്ചെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെ ഞങ്ങളെ നിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. മരണ സന്ദർഭത്തിൽ നിന്റെ മലക്കളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടെ ആശീർവാദങ്ങളും അനുമോദനം കേട്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.